റേഡിയോ ഫോർ യു 89.6 FM-ൽ ഇപ്പോൾ ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് സംസാരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുകയാണ്. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിനു ശേഷം നാം പൊരുതി നേടിയ സ്വാതന്ത്ര്യം നിലനിർത്താനും ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഭരിക്കപ്പെടുന്നതിനും വേണ്ടി നാം ഒരു ഭരണഘടന തയ്യാറാക്കി. 1949 നവംബർ 26-ാം തീയതിയായിരുന്നു ആ ചരിത്ര മുഹൂർത്തം. പിന്നീട് 1950 ജനുവരി 26-ാം തീയതി ഇന്ത്യ റിപ്പബ്ലിക് രാജ്യമായി മാറുകയും നാം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ഇന്ത്യയിലെ ഭരണകൂടം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഭരണം ആരംഭിക്കുകയും ചെയ്തു. ആ ചരിത്ര മുഹൂർത്തത്തിൽ ഭരണഘടനാ ശില്പി എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഭരണഘടനാ സമിതിയുടെ ചെയർമാൻ ഡോക്ടർ അംബേദ്കർ ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയാൻ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. ഇന്നു മുതൽ അതിന് പ്രസക്തിയില്ലാതെ ആയിരിക്കുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് കുറ്റം പറയേണ്ടത്. ഇന്ത്യയിലെ ജനങ്ങളായ നമ്മെ ഉദ്ദേശിച്ചായിരുന്നു അംബേദ്കർ അങ്ങനെ പറഞ്ഞത്. ഇന്ത്യയിൽ ഭരണഘടനയുടെ ആരംഭം തന്നെ ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്നാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകത്തിലൂടെയാണ് ഇന്ത്യയുടെ ഭരണഘടന ആരംഭിക്കുന്നത്. ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി കെട്ടിപ്പടുക്കുകയും എല്ലാ പൗരന്മാർക്കും സമത്വവും നീതിയും സ്വാതന്ത്ര്യവും ലഭ്യമാക്കുകയും സാഹോദര്യം വളർത്തുകയുമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ആമുഖത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നയിക്കാനുള്ള കടമ ആർക്കാണ്? ഇന്ത്യയിലെ ജനങ്ങളായ നമുക്ക് തന്നെ. ഭരണഘടനയിലെ കെട്ടും മട്ടും ഉള്ളടക്കവും നമ്മുടെ കടമകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിബൃഹത്തും വിപുലവുമായ ഒട്ടേറെ അവകാശങ്ങളും കടമകളും ഉത്തരവാദിത്വങ്ങളും വിളംബരം ചെയ്യുന്ന ലോകത്തെ തന്നെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഒട്ടനവധി ആർട്ടിക്കിളുകളിൽ ഓരോ അവകാശങ്ങളെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില സംഗതികൾ മാത്രം ഇവിടെ പറയണമെന്നാണ് ഞാൻ ഈ ഭരണഘടനാ ദിനാഘോഷ വേളയിൽ ആഗ്രഹിക്കുന്നത്. ഭരണഘടനയുടെ 1-ാം ഭാഗത്തിൽ ഇന്ത്യയിൽ ഏതെല്ലാം പ്രദേശങ്ങൾ ഉൾപ്പെടുമെന്ന് വിവരിച്ചിരിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒട്ടനവധി നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടക്കുന്ന ഒരു സമുച്ചയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അവസ്ഥയിലായിരുന്നു. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അന്നത്തെ ഭരണാധികാരികളായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലൊക്കെ ചേർന്ന് ഇന്ത്യയിലെ നാനാവിധത്തിൽ ചിതറിക്കിടക്കുന്ന ഈ നാട്ടുരാജ്യങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുകയും അവരൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത് ഇന്ത്യയെ ഒരൊറ്റ രാഷ്ട്രമായി മാറ്റിത്തീർക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് 1-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. 2-ാം ഭാഗത്തിലാകട്ടെ നമ്മുടെ പൗരത്വത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നു. ഒരു വ്യക്തി എങ്ങനെയാണ് ഇന്ത്യൻ പൗരനാകുന്നത്? സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയിൽ ജനിച്ചയാൾ, ഇന്ത്യയിലേക്ക് കുടിയേറി വന്നയാൾ, അങ്ങനെ ഒട്ടനവധി രൂപങ്ങളിൽ തരങ്ങളിൽ ഒരാൾ ഇന്ത്യയിലെ പൗരനായി മാറുകയാണ്. ആ പൗരത്വത്തെക്കുറിച്ചാണ് ഈ ഭരണഘടനയുടെ 2-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. 3-ാം ഭാഗത്തിലാകട്ടെ നമ്മുടെ മൗലികാവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 3-ൽ പറയുന്ന ഈ മൗലികാവകാശം ലംഘിക്കാൻ ഇന്ത്യയിലെ ഒരു നിയമനിർമ്മാണ സഭയ്ക്കും അധികാരമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലായാലും ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം പാർലമെൻറ്റിലായാലും നിയമിക്കുന്ന ഏത് നിയമനിർമ്മാണവും ഈ അടിസ്ഥാന തത്വങ്ങൾക്കെതിരെ ആകരുത് എന്ന് പ്രത്യേകം വിധി പ്രഖ്യാപനങ്ങൾ വന്നിട്ടുള്ളതാണ്. നമുക്ക് ഇന്ത്യൻ ഭരണഘടന കൽപ്പിച്ചു തരുന്ന മൗലികാവകാശങ്ങൾ ഭേദിക്കാൻ, മറികടക്കാൻ ഒരു നിയമനിർമ്മാണ സഭയ്ക്കും അധികാരമില്ല എന്നുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 4-ാം ഭാഗത്തിലാകട്ടെ നിർദ്ദേശ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇന്ത്യൻ ഭരണഘടന സംസ്ഥാനങ്ങളോട് കുറേ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാൻ, നടപ്പിലാക്കാൻ
അതിനുവേണ്ട നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കാനൊക്കെ സംസ്ഥാനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന നിർദ്ദേശിക്കുന്ന തത്വങ്ങളാണ് നിർദ്ദേശ തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന പേരിൽ 4-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. അതോടൊപ്പം ആ ഭാഗം 4-ൽ തന്നെ 4A എന്ന ഒരു ഉപഭാഗത്തിൽ പൗരൻ്റെ മൗലിക ചുമതലകളും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു ഇരിക്കുകയാണ്. നമുക്ക് അധികാരവും അവകാശവും തരുന്നതോടൊപ്പം തന്നെ ഈ രാഷ്ട്രത്തോട് നമുക്കുള്ള ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ബാധ്യതകൾ എന്തൊക്കെയെന്ന് ഭാഗം 4A സവിസ്തരം പറഞ്ഞു വച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഘടനയാണ് അത് കഴിഞ്ഞാൽ വരുന്നത്. യൂണിയൻ, സ്റ്റേറ്റുകൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ എന്നിങ്ങനെ 3 തട്ടുകളുള്ളതാണ് ഇന്ത്യൻ ഭരണ സംവിധാനം. യൂണിയൻ എന്ന് പറയുന്നത് നാം ഇന്ന് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്ന യൂണിയൻ ഗവൺമെൻറ്, പിന്നെ ഒരുപാട് സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും കർണാടകവും എന്ന ഒക്കെ പേരിൽ ഭാഷാടിസ്ഥാനത്തിലും അല്ലാതെയൊക്കെ രൂപീകരിക്കപ്പെട്ട ഒട്ടനവധി സംസ്ഥാനങ്ങൾ. ആ സംസ്ഥാനങ്ങൾക്കകത്ത് തന്നെ ഭരണം ഗ്രാമതലത്തിൽ, നഗരതലത്തിൽ വികേന്ദ്രീകരിക്കപ്പെട്ട് സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള പൗരന്മാരെ കൂടി ഭരണാധികാരത്തിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന പഞ്ചായത്തി രാജ്, മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾ, ആ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ എന്നിങ്ങനെ 3 തട്ടുകൾ, യൂണിയൻ, സ്റ്റേറ്റുകൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ എന്നിങ്ങനെ 3 തട്ടുകളുള്ളതാണ് ഇന്ത്യയുടെ ഭരണ സംവിധാനം. ഈ ഭരണ സംവിധാനത്തെക്കുറിച്ചൊക്കെ വിശദമായി നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. അംബേദ്കറുടെ വാക്കുകൾ ഒന്നും കൂടി കടമെടുത്താൽ, ജനാധിപത്യ ഭരണക്രമത്തിൻ്റെ വിജയപരാജയങ്ങൾ ജനങ്ങളുടെ ജാഗ്രതയെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത് എന്നർത്ഥം. മർമ്മപ്രധാനമായ ജനാധിപത്യ തത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അംബേദ്കറുടെ വാക്കുകൾ. അതായത്, ഇവിടെ എന്തു നടന്നാലും അത് മറ്റുള്ളവരുടെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് ഒരു പൗരനും അവയുടെയൊക്കെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. അതിൻ്റെ പാപഭാരത്തിൽ ഒരു പങ്ക് ഓരോ പൗരനുമുണ്ട്. അംബേദ്കർ തന്നെ പറയുന്നു, ഇന്ത്യൻ ഭരണഘടന ഒരു മഹത്തായ ഭരണഘടനയാണ്, അത് ഒരു മോശം ഭരണാധികാരിയുടെ കയ്യിൽ മാത്രമേ മോശമായി തീരുകയുള്ളൂ എന്ന് അംബേദ്കർ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. അതായത്, നല്ല ഭരണഘടന ചീത്തയാക്കാൻ ആ ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർക്ക് സാധിക്കും. അപ്പോൾ നല്ല ഭരണഘടന മാത്രം പോരാ, നല്ല ഭരണകർത്താവ് കൂടി വേണം നടപ്പാക്കാനെന്ന് അംബേദ്കർ അന്നേ ഒരു ദീർഘദൃഷ്ടിയോടെ പറഞ്ഞു വെച്ചു എന്നാണ് അതിനർത്ഥം. ഇന്ത്യയിലെ വിദ്യാസമ്പന്നർ പോലും നാട്ടിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളുടെയും നേർക്ക് കണ്ണടക്കുകയാണ് ചെയ്യുന്നത്. പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നവർ വിരലെണ്ണാൻ മാത്രമേ ഉള്ളൂ. ഇതിന് പ്രധാന കാരണം നിയമപരമായ നിരക്ഷരതയാണ്. വിദ്യാസമ്പന്നരിൽ പോലും അധികം പേരും നിയമപരമായി നിരക്ഷരരാണ്. ഈ വസ്തുതയിലേക്ക് സുപ്രീം കോടതി നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നു. മനുഷ്യരുടെ പെരുമാറ്റം നിയന്ത്രിക്കുന്ന ശക്തിയാണ് നിയമം. എന്നാൽ നിയമം സമൂഹത്തിലെ ആളുകൾ ഒരളവിൽ കൈക്കൊള്ളണം. അല്ലാത്ത പക്ഷം ഒരു നിയമത്തിനും ഫലപ്രദമായി പ്രവർത്തിക്കാൻ പറ്റുകയില്ല. ജനങ്ങളും നിയമങ്ങളും തമ്മിൽ പൊരുത്തപ്പെടണം. അത് സ്വാഭാവികമായി സംഭവിക്കണം. എങ്കിലേ നിയമങ്ങൾക്ക് സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ജനങ്ങൾ നിയമമനുസരിക്കണം. അതുകൊണ്ട് ജനങ്ങൾക്ക് നിയമങ്ങളെ സംബന്ധിച്ച അവബോധം ആവശ്യമാണ്. നിയമങ്ങൾ ആരുണ്ടാക്കുന്നു, എന്തിനു വേണ്ടിയാണ് നിയമങ്ങൾ, ഇക്കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. അനുസരിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതിൻ്റെ പിന്നിലുള്ള തത്വം എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെയാണ് ജനങ്ങൾക്ക് നിയമബോധം നൽകാനുള്ള നടപടികളുടെ പ്രസക്തി. തങ്ങളുടെ പെരുമാറ്റം നിയമങ്ങളനുസരിച്ച് ചിട്ടപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന ബോധം ജനങ്ങൾ സൃഷ്ടിക്കണം. ചുരുക്കത്തിൽ, ഈ രാജ്യം പുരോഗമിക്കണമെങ്കിൽ നിയമവാഴ്ചയും നിയമാബോധവും ഉണ്ടാകണം. ഇവ രണ്ടുമില്ലെങ്കിൽ നാം പ്രാകൃത ലോകത്തേക്ക് കൂപ്പുകുത്തി വീണുപോകും. മറ്റൊരു വലിയ പ്രത്യേകത, ഇന്ത്യയിലെ ഏത് പൗരനും ഇന്ത്യൻ പാർലമെൻറ്റായാലും സംസ്ഥാന അസംബ്ലികളായാലും പാസ്സാക്കുന്ന നിയമത്തെ സുപ്രീം കോടതിയിൽ തന്നെ നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശം പോലും ഇന്ത്യൻ ഭരണഘടനയിൽ സംക്ഷിപ്തമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും ബൃഹത്തും മഹത്വമായ ഒരു ഭരണഘടന ഒരുപക്ഷെ ഈ മഹാഭാരതത്തിൽ മാത്രമേ കാണൂ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. എന്നിരിക്കലും പലപ്പോഴും പല ഭരണാധികാരികളും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരണഘടനയെ വളച്ചൊടിക്കുകയും ഒടിച്ചുമടക്കുകയൊക്കെ ചെയ്യുന്ന പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഭരണഘടനയും ദേശീയ ചിഹ്നങ്ങളും ഇന്ത്യയുടെ ദേശീയ പതാകയൊക്കെ അപമാനിക്കപ്പെടാതെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എങ്കിൽ പോലും പലരും പല ഘട്ടങ്ങളിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് മറക്കുകയും ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടിനെ, സമൂഹത്തെ നയിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാറുണ്ട്. അതുകൊണ്ട് ഈ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ഈ ഭരണഘടനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും നമുക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട്. അത് ഓർമ്മിപ്പിക്കലാണ്
ഈ ഭരണഘടനാ സംരക്ഷണ ദിനത്തിലൂടെ അല്ലെങ്കിൽ ഭരണഘടനാ രൂപീകരണ ദിനത്തിലൂടെ നാം ആഘോഷിക്കുന്നത്, കൊണ്ടാടുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ ഭരണഘടനയുടെ സത്യത്തിലും മേന്മയിലും ആനന്ദം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. റേഡിയോ ഫോർ യു 89.6 FM-ൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.